ഇന്ത്യൻ എക്കണോമിയുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി ആൻഡ് മിക്സഡ് എക്കണോമിയാണ്. ഞാൻ ഇന്ത്യൻ എക്കണോമി, അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് GKയുടെ ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. ആ ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ ലിങ്കിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡ് ഓർഡർ ചെയ്യാം. അങ്ങനെ ഗൈഡ് കയ്യിലുള്ള സ്റ്റുഡൻസ് ഗൈഡ് വെച്ചിട്ട് വേണം ഈ ക്ലാസ്സുകൾ കേൾക്കാൻ. നമുക്ക് ആദ്യം ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എടുക്കാം. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ട് തുടങ്ങിയിരുന്നു. നമ്മളതിൽ പറഞ്ഞിരുന്നു ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്താണെന്ന് ഉദ്ദേശിച്ചാൽ അതിൽ ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്ന പോയിന്റ്, ഇൻ ദിസ് ടൈപ്പ് ഓഫ് എക്കണോമി പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആർ ദ മെയിൻ സ്പിയേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എക്കണോമിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന തീരുമാനിക്കുന്നത്, എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? പ്രൈവറ്റ് എൻ്റർപ്രൈസസ്, അതായത് പ്രൈവറ്റ് കമ്പനികളാണ് അവിടെ എന്ത് തീരുമാനിക്കുക, എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? അവിടെ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആണ് തീരുമാനിക്കുന്നത്. അങ്ങനെ പ്രൈവറ്റ് കമ്പനീസ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു, അത് പ്രൊഡക്ട്സ് വിൽക്കുന്നു, അവരുടെ പ്രോഫിറ്റ് ആർക്ക് കിട്ടുന്നു? പ്രൈവറ്റ് കമ്പനീസിന് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ, അതായത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഞാൻ അതിൽ ഗൈഡിൽ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ ദിസ് എക്കണോമി, അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണം, ആൻഡ് വാട്ട് പ്രൈസ് ടു സെൽ, എത്ര രൂപയിൽ വിൽക്കണം, എല്ലാം തീരുമാനിക്കുന്ന ആരാണ്? പ്രൈവറ്റ് കമ്പനീസ് ആണ്, പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആണ്. അവിടെ ആരിടപെടില്ല? സ്റ്റേറ്റ്, ഗവൺമെൻറ് എന്ത് ചെയ്യില്ല, ഇടപെടില്ല. ഇപ്പോൾ വല്ല യുദ്ധവും കാര്യങ്ങളും വന്നാൽ ഗവൺമെൻറ് ഇടപെടുന്നല്ലാണ്ട് ഇങ്ങനെ മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ടാക്കണം, ഏത് രീതിയിൽ ഉണ്ടാക്കണം, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ആരിടപെടില്ല? ഗവൺമെൻറ് ഇടപെടില്ല. ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ് ഇടപെടില്ല. എല്ലാം തീരുമാനിക്കുന്ന ആരാണ്? പ്രൈവറ്റ് കമ്പനീസ് ആണ് അവിടെ തീരുമാനം എടുക്കുന്നത്. ഇതിന് വേറെ പേരാണ് എൻ്റർപ്രൈസ് സിസ്റ്റം, അല്ലെങ്കിൽ ഫ്രീ എൻ്റർപ്രൈസ് സിസ്റ്റം ഓർ മാർക്കറ്റ് എക്കണോമി എന്ന് പറയും. ഇങ്ങനെ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ വേറെ പേരുകളാണ് ഫ്രീ എൻ്റർപ്രൈസ് സിസ്റ്റം, അല്ലെങ്കിൽ എൻ്റർപ്രൈസ് സിസ്റ്റം ഓർ മാർക്കറ്റ് എക്കണോമി. ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഇതിൽ റോള് വളരെ കുറവാണ്. ഇപ്പോൾ ആ ടൈപ്പ് ഓഫ് എക്കണോമി അതുള്ളത് എവിടെയൊക്കെയാണ്? അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം, ഇവിടെയൊക്കെ ഏതാണ്? ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ്. ഇനി ഇതിൽ നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. മെറിറ്റ്സിൽ ഒന്നാമത്തെ പോയിന്റ് കൊടുത്തിരിക്കുന്നത് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ എന്നാണ്. എക്കണോമിക് ഗ്രോത്തും ഇന്നോവേഷനും ഉണ്ടാവുന്നതാണ്. അതിൽ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു പേന ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു കമ്പനിക്കായിട്ട് ഒരു പേന ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ പേന ഒരു 10 രൂപയ്ക്ക് വിൽക്കുന്നു. ഇത് കണ്ടിട്ട് വേറൊരാൾ എന്ത് ചെയ്യാണ്? ഇതേപോലെ തന്നെ റിസർച്ച് ചെയ്ത് പുതിയ പേന കണ്ടുപിടിക്കുകയാണ്, എന്നെക്കാട്ടും നല്ല പേന, എന്നിട്ട് അതെന്ത് വിടുന്നു? 8 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ അയാളുടെ പേന എന്ത് ചെയ്യും? കൂടുതൽ ആൾക്കാർ വാങ്ങാം. അപ്പോൾ ഞാനും ആ ഒരു മറ്റു കമ്പനിക്കാരും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. ഞാൻ പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കും, ഞാൻ നല്ല രീതിയിൽ അത് ഉപയോഗിക്കും. അങ്ങനെ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാവും, പുതിയ കമ്പനികൾ വരും. അങ്ങനെ ഒരു എക്കണോമിക് ഗ്രോത്തും ഇന്നോവേഷനും ഏതുകൊണ്ടുണ്ടാവാം? ഈ ഒരു ക്യാപിറ്റലിസം കൊണ്ടുണ്ടാവാം. കാരണം ഇതിലൊന്നും നിങ്ങൾ അതുണ്ടാക്കരുത്, ഇത്ര രൂപയ്ക്കേ വിൽക്കാൻ പാടുള്ളൂ എന്ന് ആര് പറയുന്നില്ല. ഗവൺമെൻറ് ഇതിൽ ഇടപെടുന്നില്ല, ഗവൺമെൻറ്റിന് റോളില്ല, ഒക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. ഇനി ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ അടുത്തൊരു മെറിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡമാണ്. അതിലൊരു എക്കണോമിക് ഫ്രീഡം എടുത്ത് നോക്കുക. അതായത് നമുക്ക് ഫുൾ ഫ്രീഡമാണ്, നമ്മുടെ കഴിവിനനുസരിച്ച് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, ഇഷ്ടമുള്ള രീതിയിൽ വിൽക്കാം, ഇഷ്ടമുള്ള പൈസയ്ക്ക് വിൽക്കാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം എവിടെയുണ്ട്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലുണ്ട്. ഇതിലൊന്നും ഇടപെടില്ല, ഗവൺമെൻറ് പറയില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന പേന 5 രൂപയ്ക്കേ വിൽക്കാൻ പാടുള്ളൂ. അങ്ങനെ ഗവൺമെൻറ് ഇതിൽ ഇടപെടില്ല, നമുക്ക് ഇഷ്ടമുള്ള രൂപയ്ക്ക് വിൽക്കാം. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം ഏതിലുണ്ട്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലുണ്ട്. അടുത്തത് എഫിഷ്യൻറ്റ് റിസോഴ്സ് അലോക്കേഷൻ. നമുക്ക് ഇപ്പോൾ പേന ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ പ്ലാസ്റ്റിക്കാണെന്ന് വിചാരിക്കുക, പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് പേന ഉണ്ടാക്കുന്നത്. ആ പ്ലാസ്റ്റിക് നമ്മൾ ഏറ്റവും നന്നായിട്ട് അത് ഉപയോഗിച്ച് അതിൽ നിന്ന് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കും. കാരണം എന്നാലേ നമുക്ക് കൂടുതൽ ലാഭം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് മോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലുണ്ട്. ഇനി അടുത്ത മെറിറ്റ് എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേഷൻ ആൻഡ് പ്രോസ്പെരിറ്റി. ഇതേപോലെ കുറേ കമ്പനീസ് വരും, പൈസ കുറേ വരാം, അങ്ങനെ അതേപോലെ വെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ ഇങ്ങനെ കുറേ കമ്പനീസ് പേന ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇപ്പോൾ എ സിയുടെ പല കമ്പനികൾ, ഓരോന്നും പല കമ്പനീസും കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടും,
ജോബ് ക്രിയേഷൻ, പല പുതിയ പുതിയ കമ്പനീസ് വരുമ്പോൾ അവിടെ ജോബ് ക്രിയേഷൻ, ജോലികൾ കൂടുതൽ കിട്ടും, വെൽത്ത് ഉണ്ടാവും, പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. അങ്ങനെ വെൽത്ത് ക്രിയേഷൻ ആൻഡ് പ്രോസ്പെരിറ്റി ഏതിലുണ്ടാകാം? ക്യാപിറ്റലിസത്തിൻ്റെ മെറിറ്റ് ആയിട്ട് പറയുന്നു. പിന്നെ അടുത്തത് ഇൻസെൻറ്റീവ്സ് ഫോർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. അതായത് ഇൻസെൻറ്റീവ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇൻസെൻറ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ പുതിയൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. നമ്മൾ പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ പേനയിൽ തന്നെ നമ്മൾ പല റിസർച്ച് ചെയ്യും. പുതിയ പേനകൾ കണ്ടുപിടിക്കാൻ നമ്മൾ റിസർച്ച് ചെയ്യും. കാരണം എന്താ? അങ്ങനെ റിസർച്ച് ചെയ്ത് നമ്മുടെ പുതിയ പേന ഇറക്കുമ്പോൾ നമുക്കത് ഇൻസെൻറ്റീവ്, നമുക്കതിന് പ്രോഫിറ്റ് കിട്ടും, നമുക്ക് കൂടുതൽ ലാഭം കിട്ടും, നമ്മുടെ പ്രൊഡക്ട്സ് കൂടുതൽ ആൾക്കാർ വാങ്ങും. അപ്പോൾ നമുക്കതിന് ഇൻസെൻറ്റീവ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്യാപിറ്റലിസത്തിൻ്റെ മെറിറ്റ് ആയിട്ട് കണക്കാക്കാം. ഒന്ന് പറയുന്ന എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്, എഫിഷ്യൻറ്റ് റിസോഴ്സ് അലോക്കേഷൻ, വെൽത്ത് ക്രിയേഷൻ ഉണ്ടാകുന്നുണ്ട്, ഇൻസെൻറ്റീവ്സ് ഫോർ പ്രൊഡക്ടിവിറ്റി. നമ്മൾ കൂടുതൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിന് ഇൻസെൻറ്റീവ്സ്, അതായത് അപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ പിടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഏതാണ്? ക്യാപിറ്റലിസത്തിൻ്റെ മെറിറ്റ്സ് ആണ്. ഇനി ക്യാപിറ്റലിസത്തിൻ്റെ ഡീമെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഇൻകം ഇന്നിക്വാലിറ്റി ആണ്. ഇൻകം ഇന്നിക്വാലിറ്റി ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനാണ് ഇപ്പോൾ പേന കമ്പനി ഉണ്ടാക്കുന്ന ആൾ. എൻ്റെ കയ്യിൽ സ്വത്ത് കുന്നുകൂടും, എൻ്റെ കയ്യിലായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാവുക. അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഞാൻ സാലറി കുറച്ചേ കൊടുക്കുള്ളൂ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഭയങ്കര പൈസക്കാരായി വരും, ഒരാൾ ഭയങ്കര താഴ്ന്നു വരും. അപ്പോൾ അങ്ങനെ ഒരു ഇൻകം ഇന്നിക്വാലിറ്റി ഏതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഉണ്ടാകാം. അടുത്തൊരു ഡീമെറിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് എക്സ്ക്ലൂഷൻ. ഒരു ലിമിറ്റ് എത്തിക്കഴിയുമ്പോൾ കുറേ പേര് തൊഴിലാളികളായിട്ട് പാവപ്പെട്ടവരുണ്ടാകും. അവരെ മൊത്തം നമ്മൾ എന്ത് ചെയ്യും? എക്സ്ക്ലൂഡ് ചെയ്യും, മാറ്റി നിർത്തും. ഒരു വിഭാഗക്കാർ ഭയങ്കര പൈസക്കാരും ഒരു വിഭാഗക്കാർ ഭയങ്കര മാർജിനലൈസ്ലി ഒരു മൂലയിലേക്ക് ഇങ്ങനെ അടിച്ചമർത്തപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സോഷ്യൽ ഡിവിഷൻസ് ഉണ്ടാവും. പൈസക്കാർ പാവപ്പെട്ടവർ എന്നുള്ള സോഷ്യൽ ഡിവിഷൻസ് ഉണ്ടാവാൻ എവിടെ ചാൻസ് ഉണ്ട്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ചാൻസ് ഉണ്ട്. അതൊരു ഡീമെറിറ്റ് ആണ്. അതേപോലെ മാർക്കറ്റ് ഫെയിലിയേഴ്സ് ഉണ്ടാവാം. മാർക്കറ്റ് ഫെയിലിയേഴ്സ് ചില സമയങ്ങളിൽ മോണോപോളീസ് ഉണ്ടാവാം. ഞാനാണ് ആദ്യം തുടങ്ങുന്നത് പേന കമ്പനി, എൻ്റെ മാത്രം ഒരു മോണോപോളിയിലേക്ക് ചിലപ്പോൾ എത്താറുള്ള, എൻ്റെ മാത്രം കുത്തകമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താറുണ്ട്. അപ്പോൾ മോണോപോളി ഉണ്ടാകാം. അതേപോലെ മാർക്കറ്റ് ഫെയിലിയേഴ്സ്. കാരണം മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവാന്ന് പറയുമ്പോൾ ഇവിടെ കൺട്രോൾ ചെയ്യാൻ ആരില്ല, ഗവൺമെൻറ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ ഒന്നുമില്ല. അപ്പം മാർക്കറ്റിൽ എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലിടപെടാൻ ഗവൺമെൻറ് ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് ഫെയിലിയേഴ്സ് ഉണ്ടാവാം. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. കമ്പനീസിൻ്റെ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് മാത്രമാണ്. അവർക്ക് ഈ പ്രകൃതിയും എൻവയോൺമെൻറ്റും ഒന്നും സംരക്ഷിക്കണം എന്ന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ഉണ്ടാവാം. റിസോഴ്സ് ഡിപ്ലീഷൻ, റിസോഴ്സൊക്കെ മാക്സിമം അവർ ചൂഷണം ചെയ്ത് ഉപയോഗിക്കും. പൊല്യൂഷൻ അത് അവരുടെ കൺസേൺ അല്ല. എൻവയോൺമെൻറ്റ് പൊല്യൂട്ട് ആയാലോ ഒന്നും വിഷയമുള്ള കാര്യമല്ല. കാരണം പ്രോഫിറ്റാണ് മെയിൻ എയിമായിട്ട് വരിക. എക്കോളജിക്കൽ ഡാമേജ്, ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് എവിടെ ഉണ്ടാവാം? ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഉണ്ടാകാം. ഞാൻ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്ക് എക്സാമ്പിൾ പറഞ്ഞിരുന്നു, അമേരിക്കയ്ക്ക് എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അമേരിക്കയ്ക്ക് ആദ്യം ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ് ചൂസ് ചെയ്തിരുന്നത്. പക്ഷേ 1930 അവിടെ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു. അവിടെ ഈ മാർക്കറ്റ് ഫെയിലിയറും ആകെ ഇഷ്യൂസായിട്ട് അവിടെ ആകെ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നിട്ട് ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ടായി. പ്രൊഡക്ട്സ് കുറേ ഉണ്ട്, കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ കാറും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ആൾക്കാർ വാങ്ങാനില്ലാണ്ടായി. അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാണ്ടായപ്പോൾ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി. അപ്പോൾ ആ 1930 ഒരു ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സ്റ്റേജ് ഒരു ഫെയിലിയർ ആയിട്ട് തോന്നി ക്യാപിറ്റലിസം. ആണ് ഗ്രേറ്റ് ഡിപ്രഷനിലോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ 1930 ഗ്രേറ്റ് ക്രൈസിസ്, ആൾക്കാർക്ക് ജോലിയും ഇതൊന്നും ഇല്ലാണ്ടായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു നെഗറ്റീവായിട്ട് ആ ഒരു എക്കണോമിക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്. സോഷ്യലിസ്റ്റ് എക്കണോമി നമ്മൾ നോക്കുമ്പം ഒരു ഇമ്പോർട്ടൻ്റ് വർഷമാണ് 1848. 1848 രണ്ട് ജർമ്മൻ ഫിലോസഫേഴ്സ്, കാറൽ മാർക്സും ഫ്രെഡറിക് ഏഞ്ചൽസും, ഇവർ രണ്ടുപേരും ഒരു പാംലെറ്റ് പബ്ലിഷ് ചെയ്യാണ്. അതിൻ്റെ പേരാണ് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഇതിൽ പറയുന്നത് എന്താ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സും ഏഞ്ചൽസുമാണ്. ഇതിൽ പറയുന്നത് മെയിൻ കാര്യം എന്ന് പറയുന്നത്, ദ ഹിസ്റ്ററി ഓഫ് ഓൾ ഹിതർ ടു എക്സിസ്റ്റിംഗ് സൊസൈറ്റി ഈസ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ. ക്ലാസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കാറൽ മാർക്സ് കൊണ്ടുവരികയാണ്. ഏതിലൂടെ? ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതായത് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ക്ലാസ് തമ്മിലുള്ള അടിപിടികളെയാണ് ഈ ഹിസ്റ്ററി മൊത്തം. അതിന് ഉദാഹരണമായിട്ട് പണ്ട് കാലത്ത് ആൾക്കാർ പ്രത്യേകിച്ച് ആൾക്കാർക്ക് പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല.
വേട്ടയാടിയിട്ടാണ് ജീവിച്ചിരുന്നത്. ആൾക്കാരെല്ലാവരും ഒരേപോലെ ജീവിച്ചിരുന്നു, ഒരുമിച്ച്. അവർക്ക് പ്രത്യേകിച്ച് സ്ഥലവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാലഘട്ടമായപ്പോൾ സ്ലേവറി വന്നു. സ്ലേവറി കുറേ പേരെ സ്ലേവ്സ് ആക്കി, അടിമകളാക്കി. പിന്നെ മാസ്റ്ററും സ്ലേവ്സും, സ്ലേവ് ഹോൾഡറും സ്ലേവ്സും, കുറേ പേര് മനുഷ്യർ സ്ലേവ്സ് ആക്കി. ആ അടിമകളെ ഓൺ ചെയ്യുന്ന ആൾക്കാർ. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഈ സ്ലേവ്സിനെ, ഈ അടിമകളെ കൊണ്ട് പണിയെടുപ്പിക്കും. അങ്ങനെ ഒരു സ്ലേവറി സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എന്ത് വന്നു? ഫ്യൂഡലിസം വന്നു. ഫ്യൂഡലിസം എന്ന് ഉദ്ദേശിക്കുന്നത് ലാൻഡ് ഹോൾഡേഴ്സ്, ഫ്യൂഡൽ ലോഡ്സ്. കുറേ പേർക്ക് അവരുടെ കയ്യിൽ സ്ഥലമുണ്ട്, അവരുടെ കയ്യിൽ മാത്രമേ സ്ഥലമുള്ളൂ, അവർക്ക് മാത്രമേ സ്ഥലം അവരുടെ പേരിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ വർക്ക് ചെയ്യുന്ന കുറേ പെസൻസ്, കുറേ കർഷകർ, അങ്ങനെ പെസൻസ്. അപ്പം ഈ പെസൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കർഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ പേരിൽ സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ അവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഈ ഫ്യൂഡൽ ലോഡ്സിൻ്റെ കയ്യിൽ, അവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അവരാണ് ഇതിൻ്റെ അതോറിറ്റി. ഇവിടെ ആര് പണിയെടുക്കുന്നു? ഈ പെസൻസ് പണിയെടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റം വന്നു. അതിനുശേഷം പിന്നെ ആ സിസ്റ്റം അവസാനിച്ചു. അതിനുശേഷമാണ് ഈ നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇൻഡസ്ട്രീസും കാര്യങ്ങളും വന്നിട്ട് ഒരു ഭാഗത്ത് ആര് വന്നു? പ്രോളട്ടേറിയൻ. അതാണ് കാറൽ മാർക്സ് ഉപയോഗിച്ചിട്ട് പ്രോളട്ടേറിയനും ബൂർഷ്വാസി. അങ്ങനെ 2 ഡിവിഷൻസ് വന്നു. പ്രോളട്ടേറിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളും മുതലാളികളും. ബൂർഷ്വാസി നമ്മൾ സിനിമകളൊക്കെ കേട്ടാൽ ബൂർഷ മുതലാളി എന്നൊക്കെ പറയുന്നത്. ബൂർഷ്വാസി. അങ്ങനെ 2 ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആദ്യം സ്ലേവറി ഉണ്ടായിരുന്നു, സ്ലേവറി മാറി ഫ്യൂഡലിസം വന്നു. പിന്നെ ഇപ്പോൾ ക്യാപിറ്റലിസത്തിലൂടെയാണ് ഏതൊക്കെ വന്നത്? പ്രോളട്ടേറിയനും അതേപോലെ ബൂർഷ, അങ്ങനെ മുതലാളികളും തൊഴിലാളികളും, അങ്ങനെ 2 ഡിവിഷൻ വന്നത്. ഇനി ഇത് മാറിയിട്ട് അടുത്തത് വരും. ആ ഒരു കൺസെപ്റ്റാണ്. ഇനി ഇത് മാറിയിട്ട് അടുത്തത് എന്ത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അടുത്തത് എന്ത് എന്നുള്ളതാണ് കാറൽ മാർക്സ് പറയുന്നത്. അതായത് ഇത് കഴിഞ്ഞിട്ട് വരേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്രോളട്ടേറിയൻ, തൊഴിലാളികൾ, അവർ എന്ത് ചെയ്യുന്നു? അവരധികാരത്തിൽ വരികയാണ്. അവരധികാരത്തിൽ വന്നിട്ട് സ്റ്റേറ്റ് അവരുടെ കൺട്രോളിൽ വരുന്നു. അവരെന്ത് ചെയ്യുന്നു? എല്ലാ കാര്യങ്ങളും ആര് കൺട്രോൾ ചെയ്യുന്നു? സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടെ പ്രൈവറ്റ് കമ്പനീസിനാണ്, അവരാണ് കൺട്രോൾ ചെയ്യുന്നത്, അവരാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആരാണ് ആര് കൺട്രോൾ ചെയ്യുന്നു? സ്റ്റേറ്റ് ഗവൺമെൻറ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. അതാണ് സോഷ്യലിസ്റ്റ് എക്കണോമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഐഡിയ 1848 കാറൽ മാർക്സ് മുന്നോട്ട് വെച്ചെങ്കിലും പിന്നെ ഫ്യൂച്ചറിൽ 1917 റഷ്യൻ റവല്യൂഷൻ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ റവല്യൂഷനും അതേപോലെ അതിന് ശേഷം സ്റ്റാലിൻ, റഷ്യൻ റവല്യൂഷന് ശേഷം സോവിയറ്റ് യൂണിയൻ ഫോം ചെയ്തു. സോവിയറ്റ് യൂണിയനൊക്കെ ഏത് ഐഡിയോളജിയാണ് എടുത്തത്? ഈ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമി. ആ സമയങ്ങളിലൊക്കെ റഷ്യയിലൊക്കെ ഈ കാറൽ മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ നന്നായിട്ട് പബ്ലിഷ് ചെയ്തു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ റഷ്യ അതിന് ശേഷം റഷ്യൻ റവല്യൂഷന് ശേഷം സോവിയറ്റ് യൂണിയൻ ഫോം ചെയ്തപ്പം സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് അവർ അഡോപ്റ്റ് ചെയ്തത്. സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ എന്താ പ്രത്യേകത? പ്രൈവറ്റ് ഓണർഷിപ്പ് ഇല്ല, ആരാണ്? പബ്ലിക് ഓണർഷിപ്പാണ്. എല്ലാ കാര്യങ്ങളും ആരുടെ കൺട്രോളിലാണ്? ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. പബ്ലിക് എൻ്റർപ്രൈസ് ആണ്. പ്രൈവറ്റ് എൻ്റർപ്രൈസ് സിസ്റ്റം അല്ല, പബ്ലിക് എൻ്റർപ്രൈസ്. സ്റ്റേറ്റ് ഓണർഷിപ്പ്. എല്ലാ കാര്യങ്ങളും ആരുടെ കൺട്രോളിലായി? സ്റ്റേറ്റ്, ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അവിടുത്തെ അധികാരത്തിലുള്ള കുറച്ച് ആൾക്കാർ. ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. പ്രൊഡക്ഷനുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, എല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ഗവൺമെൻറ്റാണ്. അവിടെ ആർക്ക് റോളില്ല? ഇൻഡിവിജ്വൽസിന് റോളില്ല. എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് തീരുമാനിക്കും. ഇതിൻ്റെ വേറെ പേരാണ് സെൻട്രലൈസ്ഡ് എക്കണോമി, അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കണോമി, അല്ലെങ്കിൽ നോൺ മാർക്കറ്റ് എക്കണോമി. മാർക്കറ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസം, നോൺ മാർക്കറ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ് എക്കണോമി. സോവിയറ്റ് യൂണിയൻ, അതേപോലെ ക്യൂബ, ചൈന, ഇതൊക്കെ ഏതാണ് അഡോപ്റ്റ് ചെയ്തത്? സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് അഡോപ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. അതിൽ മെറിറ്റ്സിൽ പറയുന്നത് ഇക്വാലിറ്റിയാണ്. ഒന്നാമത്തെ പോയിന്റ് ഇക്വാലിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സ്. ഇത് മൊത്തം ആരുടെ കൺട്രോളിലാണ്? സ്റ്റേറ്റിൻ്റെ കൺട്രോളിലാണ്. ഗവൺമെൻറ്റിൻ്റെ കൺട്രോളായിട്ട് ഗവൺമെൻറ് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. കാരണം പ്രൈവറ്റ് കമ്പനി ആണെങ്കിലാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇത് സ്റ്റേറ്റിൻ്റെ കയ്യിൽ ഫുള്ള് ഇരിക്കുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം, ഈക്വലായിട്ട് എല്ലാ റിസോഴ്സും കൊടുക്കാം. അതിനൊരു ഇക്വാലിറ്റി ഇതിൽ വരുന്നുണ്ട്. അതേപോലെ സോഷ്യൽ വെൽഫെയർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ ഓരോന്നിനും എന്ത് ചെയ്യാം? അതെല്ലാവർക്കും, എഡ്യൂക്കേഷനൊക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാം. അങ്ങനെ
അവിടെ പൈസക്കാർ പാവപ്പെട്ടവർ എന്ന് പറഞ്ഞൊരു ഡിവിഷൻ ഇല്ലാണ്ട് എല്ലാവർക്കും സോഷ്യൽ വെൽഫെയർ എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള രീതിയിലേക്ക് ഗവൺമെൻറ്റിന് കാര്യങ്ങൾ ചെയ്യാം. സോഷ്യൽ വെൽഫെയർ വരുമ്പം അവിടെ എൻവയോൺമെൻറ്റ് ഡീഗ്രഡേഷൻ കാര്യങ്ങളുണ്ടാവില്ല, പൊല്യൂഷൻ, അതൊക്കെ ആർക്ക് കൺട്രോൾ ചെയ്യാം? അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എൻവയോൺമെൻറ്റ് ഡീഗ്രഡേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും, പ്രകൃതിനെ നശിപ്പിക്കൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ കുറച്ച് സ്റ്റെബിലിറ്റി ഉണ്ടാവും. അടുത്ത സ്റ്റെബിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം സ്റ്റേറ്റ് കൺട്രോൾസ് എല്ലാ ഇൻഡസ്ട്രീസും, മെയിൻ ഇൻഡസ്ട്രീസ് ഫുൾ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സ്റ്റേറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഗ്രേറ്റർ കൺട്രോൾ ഉണ്ടാവും, ഗവൺമെൻറ്റിന് ഒരു കൺട്രോൾ ഉണ്ടാവും. നേരത്തെ ഡിപ്രഷൻ വന്ന് ഗവൺമെൻറ് യാതൊരു രീതിയിലും ഇടപെടാത്തത് കൊണ്ടാണ് അമേരിക്കയിൽ 1930 ഡിപ്രഷനും കാര്യങ്ങളും വന്നത്. കാരണം ഒരു എക്കണോമി ആകെ തകർന്നിരിക്കുകയാണെങ്കിൽ അതിൽ ഒന്നും ചെയ്തൊന്നും ഉയർത്തി കൊണ്ടുവരാൻ സ്റ്റേറ്റ് ഒരു റോളും എടുക്കുന്നില്ല ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ. അങ്ങനെ ഡിപ്രഷനും കാര്യങ്ങളൊന്നും അമേരിക്കയ്ക്ക് ഒരു ഇഷ്യൂ വന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഗ്രേറ്റർ കൺട്രോളാണ്, ഗവൺമെൻറ്റിന് ഫുള്ള് ഇവിടെ കൺട്രോളുണ്ട്. പിന്നെ ഷെയർഡ് ഓണർഷിപ്പാണ്, കളക്റ്റീവ് ഓണർഷിപ്പാണ്. ഇത് ആർക്കും പ്രൈവറ്റായിട്ട് ഒരു കമ്പനീസും ഇല്ലയെന്ന് വിചാരിക്കുക. എനിക്ക് ഒരാൾക്കും ഒരു കമ്പനീസ് ഇല്ല, എല്ലാം ആരുടെ കയ്യിലാണ്? സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ കളക്റ്റീവ് ഓണർഷിപ്പാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ, അതാണ് സിറ്റുവേഷൻ. ഗവൺമെൻറ് സ്കൂളുകൾ മാത്രം, പ്രൈവറ്റ് സ്കൂളും പ്രൈവറ്റ് ഹോസ്പിറ്റലും ഒന്നുമില്ല, എല്ലാം ഗവൺമെൻറ് സ്കൂൾ മാത്രം. അപ്പോൾ ആ ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് ആരുടെ സ്കൂൾ തന്നെയാണ്? നമ്മുടെ സ്കൂളാണ്, നമ്മുടെ ഓണർഷിപ്പിലുള്ള സ്കൂൾ തന്നെയാണ്. അപ്പോൾ ഒരു ഷെയർഡ് ഓണർഷിപ്പ് അല്ലെങ്കിൽ കളക്റ്റീവ് ഓണർഷിപ്പ് ഒക്കെ എവിടെയുണ്ട്? സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ മെറിറ്റ്സ് ആയിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഡീമെറിറ്റ്സ് നോക്കാം. ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പം ഇന്നെഫിഷ്യൻസി ഒന്ന് പറയുന്നുണ്ട്. അതായത് സെൻട്രലി പ്ലാൻഡ് എക്കണോമിയാണ്, സെൻട്രലി പ്ലാൻഡ് ആണ്. അവർ സെൻട്രലിൽ കുറച്ച് ആൾക്കാരുണ്ടാവും, അവരാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ്, എല്ലാ കാര്യങ്ങളും. അത് കുറച്ച് ഇൻഎഫക്റ്റീവ് ആവാം, കാരണം സ്ലോ ആവാം. മറ്റേത് പ്രൈവറ്റ് കമ്പനിയല്ലേ, എനിക്കിഷ്ടമുള്ള പോലെ കുത്തിയിരുന്ന് വീട്ടിലിരുന്ന് ഒരു പേനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ തന്നെ ഉണ്ട്, എല്ലാം പെട്ടെന്ന് തീരുമാനിക്കാം. വേറെ ആൾ, ഞാൻ ഒരു പേന ഉണ്ടാക്കുന്നത്, വേറെ ആൾ അടുത്ത പേന ഉണ്ടാക്കുന്നത്, അങ്ങനെ. മറ്റേതൊരു സെൻട്രലി പ്ലാൻഡ് എക്കണോമി ആകുമ്പോൾ ചിലപ്പോൾ എന്താവും, കുറച്ച് സമയം എടുക്കും, ഡിസിഷൻ എടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കാം. ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നു. അടുത്തത് പറയുന്നത് ലാക്ക് ഓഫ് ഇന്നോവേഷനാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഇൻട്രസ്റ്റ് അത് കുറയും സത്യം പറഞ്ഞാൽ. കാരണം പ്രൈവറ്റ് കമ്പനീസ് ഇല്ല, ഇതെല്ലാവരും സ്റ്റേറ്റ് തന്നെ പുതിയ ഇന്നോവേഷൻസ് കണ്ടുപിടിക്കണം. സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യണം? ആൾക്കാരെ വെച്ച് റിസർച്ച് ചെയ്ത് പുതിയ കണ്ടുപിടുത്തം പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ കുറേ കമ്പനീസ് വരുമ്പോൾ അവർ മറ്റേ കമ്പനീനെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് അവരെ ഓവർടേക്ക് ചെയ്യാൻ, അവരിൽ നിന്ന് അവരുടെ പ്രോഡക്ട്സിനെക്കാട്ട് കൂടുതൽ പ്രോഡക്ട്സ് മറ്റുള്ളവരുടെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത് മൊത്തം ഒരു സ്റ്റേറ്റിൻ്റെ കൺട്രോളിലാകുമ്പോൾ സ്റ്റേറ്റ് അതൊരു ഇന്നോവേഷൻസിൽ കുറച്ച് കുറവുണ്ടാവും, ലാക്സ് ഓഫ് ഇന്നോവേഷൻ ഉണ്ടാകാം. അപ്പോൾ അത് ഈ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നു. കാരണം മെയിൻ ഇഷ്യൂ അവിടെ കോമ്പറ്റീഷൻ ഇല്ല. നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അവിടെ കോമ്പറ്റീഷൻ ഏതിലില്ല? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ എന്തില്ല? കോമ്പറ്റീഷൻ ഇല്ല. ഇനി അടുത്തത് ലിമിറ്റഡ് ഇൻഡിവിജ്വൽ ഫ്രീഡമാണ്. നമുക്ക് ഫ്രീഡം കുറച്ച് കുറവാണ്. കാരണം എന്താ? നമുക്കൊരു എക്കണോമിക്കായിട്ട് പുതിയ കാര്യങ്ങളോ പുതിയത് ചെയ്യാനോ നമുക്കുള്ള ആ ഒരു ഫ്രീഡം നമുക്കില്ല. അങ്ങനെ ലിമിറ്റഡ് ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്. ക്യാപിറ്റലിസത്തിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് നമുക്ക് നമ്മുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തുണ്ടാക്കാം. സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ അത് പറ്റില്ല. അതേപോലെ കറപ്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒരു സെൻട്രലി കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ കൺട്രോളിലാണ്. അവർ ആ പവർ ദുരുപയോഗം ചെയ്താൽ വളരെ നന്നായിട്ട് എന്തുണ്ടാവാം? കറപ്ഷൻ ഉണ്ടാകാം. അടുത്തൊരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് ലിമിറ്റഡ് എക്കണോമിക് ഗ്രോത്ത് ആണ്. എക്കണോമിക് ഗ്രോത്തിൽ അത് കുറയും. കാരണം ഇൻസെൻറ്റീവ്സ് ഇല്ല. അതായത് നമുക്ക് നമ്മളെന്തെങ്കിലും ചെയ്യുന്നതിൽ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയാലേ നമ്മൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുകയുള്ളൂ, നല്ല എഫക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ അതുകൊണ്ട് നമുക്ക് ലാഭമൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് ഇത്ര സാലറി കിട്ടും, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ ലക്ഷ്യം ഉണ്ടാവും, നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നു, നന്നായിട്ട് പഠിപ്പിക്കുന്നു, നല്ല സാലറി കിട്ടുന്നു, എന്നിട്ട് ആ പൈസ വെച്ചിട്ട് നമുക്ക് വേറെ സ്കൂൾ തുടങ്ങണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടാകും. അങ്ങനെയൊന്നും എവിടെ വരെ ചെയ്യാൻ പറ്റില്ല? സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ ഇൻസെൻറ്റീവ് ഇല്ല. ഇൻസെൻറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് പോലെ ഒന്നും കിട്ടുന്നില്ല, പുതുതായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് എക്കണോമിക് ഗ്രോത്ത് ആയിരിക്കാം ഏത് എക്കണോമിയിൽ? സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ഉണ്ടാവാൻ ചാൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 1917 റഷ്യൻ റവല്യൂഷന് ശേഷം സോവിയറ്റ് യൂണിയൻ റഷ്യൻ റവല്യൂഷന് ശേഷം സോവിയറ്റ് യൂണിയൻ ഫോം ചെയ്ത് സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് എടുത്തത്.
നയൻറ്റീൻ നയൻറ്റി വൺ ആയപ്പോഴത്തേക്കിനും സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്തു. സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ ഇപ്പോൾ റഷ്യയാണുള്ളത്. ആ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയും ഒന്ന് തകർന്നു പോയി. അത് ഫുള്ളായിട്ട് തകർന്നു എന്ന് പറയുന്നില്ല, പക്ഷേ ആ ഒരു സോവിയറ്റ് യൂണിയൻ നല്ല രീതിയിൽ ഉയർന്നു വന്നതാണ്. പക്ഷേ 1991 അതും എന്തായി, കൊളാപ്സായി. ഇനി അടുത്തത് മിക്സഡ് എക്കണോമിയാണ്. നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി പഠിച്ചു, സോഷ്യലിസ്റ്റ് എക്കണോമി പഠിച്ചു. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും മിക്സഡ് എക്കണോമി എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാപിറ്റലിസത്തിൻ്റെ നല്ല ഭാഗവും സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ നല്ല ഭാഗവും രണ്ടും കൂടിയിട്ടുള്ള മിക്സഡ് എക്കണോമി. നമ്മൾ ഇന്ത്യ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ ഫോളോ ചെയ്തത് ഏതാണ്, മിക്സഡ് എക്കണോമിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ജോൺ മെയ്നാർഡ് കെയ്ൻസും അതേപോലെ വേറെ കുറച്ച് എക്കണോമിസ്റ്റും ഇവരൊക്കെയാണ് ഈ മിക്സഡ് എക്കണോമി പ്രൊമോട്ട് ചെയ്ത ആൾക്കാർ. അപ്പോൾ ഇതിലെന്താന്ന് പറഞ്ഞാൽ, സം ഇമ്പോർട്ടൻറ്റ് എൻ്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആർ ഓൺഡ് ബൈ ദ ഗവൺമെൻറ്, ബട്ട് അതർ എൻ്റർപ്രൈസസ് ആർ ഓൺഡ് ബൈ ദ പ്രൈവറ്റ് ഓണേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയ മെയിൻ കാര്യങ്ങൾ ആരുടെ കൺട്രോളിലാണ്, സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ ആരെടുക്കുന്നു, പ്രൈവറ്റ്. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യൻ എക്കണോമി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൽവേ ഒക്കെ ആരുടെ കൺട്രോളിലാണ്, റെയിൽവേ അതിൽ പ്രൈവറ്റ് പാർട്ടീസ് വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. റെയിൽവേ ഫുള്ള് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. എന്നാൽ ബാക്കി കാര്യങ്ങൾ, ബാക്കി ട്രാൻസ്പോർട്ടും കാര്യങ്ങളും ബസ് അതൊക്കെ ഏതുണ്ട്, പ്രൈവറ്റും ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ മെയിൻ കാര്യങ്ങൾ ആര് വരുന്നു, ഗവൺമെൻറ് എടുക്കുന്നു. ബാക്കി കുറേ ആൾക്കാർ ഏതെടുക്കുന്നു, പ്രൈവറ്റിനും കൊടുക്കുന്നു. രണ്ട് എക്കണോമി ഉണ്ട്, പബ്ലിക്കും ഉണ്ട് പ്രൈവറ്റും ഉണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലും ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട്. ഗവൺമെൻറ് സ്കൂളുകളും ഉണ്ട്, പ്രൈവറ്റ് സ്കൂളുകളും ഉണ്ട്. ആ ഒരു കൺസെപ്റ്റാണ് മിക്സഡ് എക്കണോമി. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്, പ്രൈവറ്റ് കമ്പനീസും ഉണ്ട്, ഗവൺമെൻറ്റും ഉണ്ട്. ഗവൺമെൻറ് സ്കൂളിൽ പോകണോ, പ്രൈവറ്റ് സ്കൂളിൽ പോകണോ? അപ്പോൾ നമ്മൾ പ്രൈവറ്റ് സ്കൂളുകൾ അവരുടെ നല്ല ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ക്വാളിറ്റീസ് കൂട്ടും. അതേപോലെ തന്നെ അപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളിലെ പിള്ളേരൊക്കെ എവിടേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, പ്രൈവറ്റ് സ്കൂളിലേക്ക് പോകും. അത് തടയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ സ്കൂളും കാര്യങ്ങളും എന്തായിരിക്കും, നല്ല രീതിയിലാക്കും. അങ്ങനെ ഗവൺമെൻറ് സ്കൂളിൽ കുറേ പിള്ളേർ വന്നാലേ ഗവൺമെൻറ് ടീച്ചേഴ്സിന് സാലറി കിട്ടുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, നന്നായിട്ട് പഠിപ്പിക്കും. അങ്ങനെ അവർ തമ്മിലുള്ള മൊത്തത്തിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്തത് ഏതാണ്, മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഇങ്ങനെ നമ്മൾ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞാലും കുറേയൊക്കെ നമ്മൾ സോവിയറ്റ് യൂണിയനായിട്ട് കുറച്ച് അടുപ്പം ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പം പാകിസ്ഥാനെ കുറച്ച് സപ്പോർട്ട് ചെയ്ത അമേരിക്കയും സോവിയറ്റ് യൂണിയൻ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തു. നമ്മളെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ നമ്മൾ മിക്സഡ് എക്കണോമി ആണെങ്കിലും എന്നാലും കുറേ കൺട്രോൾ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് കമ്പനീസിനെ അത്ര അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. പിന്നെ അങ്ങനെ ഇരുന്നിട്ടാണ് 1991 സോവിയറ്റ് യൂണിയൻ തകർന്നു പോവുകയും അതേപോലെ തന്നെ ആ സമയങ്ങളിൽ തന്നെ ഇന്ത്യയിൽ 1991 ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നു. ഈ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് 1991 കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ഈ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഞാൻ പറഞ്ഞു 1991 വരെ നമ്മുടെ എക്കണോമി അങ്ങനെ മറ്റ് പ്രൈവറ്റ് കമ്പനീസിന് അത്ര അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. മിക്സഡ് എക്കണോമി തന്നെയാണ് എടുത്തിരുന്നാലും പുറത്തുനിന്ന് രാജ്യങ്ങളിലെ കമ്പനീസിനൊന്നും അത്ര പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ കാറുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അംബാസഡർ, മാരുതി അങ്ങനെ കുറച്ച് കാറുകളേ ഉള്ളൂ. 1991 ശേഷമാണ് നമ്മുടെ മൊത്തം എക്കണോമി പ്രൈവറ്റ് കമ്പനീസിനൊക്കെ ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. അതാണ് LPG, ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലൈസൻസ് ഫോർ എന്ത് പ്രൈവറ്റ് കമ്പനീസിന്, ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് എന്ത് സാധനങ്ങൾ തോന്നെങ്കിൽ ഒരു ലൈസൻസ് വേണം. അങ്ങനെ ലൈസൻസ് എടുക്കണം. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി ലിബറലൈസ് ചെയ്തു. അപ്പോൾ പുതിയ കമ്പനീസും പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അത് 1991 ശേഷം മുമ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന് ശേഷം കുറച്ചൊന്ന് ലിബറലൈസ് ചെയ്തു. പിന്നെ അതേപോലെ പ്രൈവറ്റൈസേഷൻ, പ്രൈവറ്റ് കമ്പനീസിന് എന്ത് കൊടുത്തു, കുറച്ച് ഇമ്പോർട്ടൻസ്. പ്രൈവറ്റ് കമ്പനീസ് കുറേ എണ്ണം നമ്മുടെ എക്കണോമി ഓപ്പൺ ആക്കി കൊടുത്തു. കുറേ പ്രൈവറ്റ് കമ്പനീസ് ഇവിടേക്ക് വരാൻ തുടങ്ങി. അതെങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, പ്രൈവറ്റ് കമ്പനീസ് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് ടാക്സ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വരണമെങ്കിൽ ടാക്സ് പുറത്തത്തെ ഒരു കമ്പനിക്ക് ഇവിടെ ഒരു കാർ ഉണ്ടാക്കി വിൽക്കണമെങ്കിൽ അങ്ങനത്തെ കാറുകൾക്ക് ടാക്സ് കൂട്ടിയാൽ പ്രൈവറ്റ് കമ്പനീസ് വരില്ലല്ലോ. അതൊക്കെ ഒന്ന് കുറച്ചു. അപ്പോൾ പുറത്തുനിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് കമ്പനീസ് വരാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാറുകളും ഇവിടെയുണ്ട്. വേൾഡിൽ ഇറങ്ങുന്ന എല്ലാ കാറുകളും, BMW, ബെൻസ്, അങ്ങനെ എല്ലാ കാറുകളും ഇവിടെയുണ്ട്. പണ്ട് പക്ഷേ കൺട്രോൾഡ് ആയിരുന്നു. പിന്നെ അടുത്ത് ഗ്ലോബലൈസേഷൻ, LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ നമ്മൾ രാജ്യമായിട്ട് ഇപ്പോൾ ഗ്ലോബലി കണക്റ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ഡ്യൂട്ടിയും ഇമ്പോർട്ട് ഡ്യൂട്ടിയും ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ച് മൊത്തത്തിൽ നമ്മൾ എന്തായി കണക്റ്റഡ് ആയി. 1991 ശേഷമാണ് ഇത്രത്തോളം കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ഇന്ത്യൻ എക്കണോമി മൊത്തം ഒന്ന് ഓപ്പൺ ആയത്.
അങ്ങനത്തെ അതിന് ഉദ്ദേശിക്കുന്നത് ആ ഒരു 1991 ന്യൂ എക്കണോമിക് പോളിസി, അതിന് ശേഷം വന്ന ടേമാണ് ഈ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ എക്കണോമി എന്ത് തന്നെയാണ്? മിക്സഡ് എക്കണോമിയാണ്. നമ്മുടെ എന്തുണ്ട്? ഗവൺമെൻറ് കമ്പനീസും ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളുണ്ട്, അതേപോലെ പ്രൈവറ്റ് കമ്പനീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് 3 ടൈപ്സ് ഓഫ് എക്കണോമി: ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി, മിക്സഡ് എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ നമ്മൾ നോക്കിയത്, നമ്മൾ പറഞ്ഞിരുന്നു, ആഡം സ്മിത്ത് ആണ് അത് പറഞ്ഞത്, ക്യാപിറ്റലിസം പറഞ്ഞത്. ലേസിസ് ഫെയർ തിയറി, അതായത് മുമ്പത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് വീഡിയോയിൽ എടുത്താണ്, അത് നോട്ട് ചെയ്തു പോവുക. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ അവിടെ ഫുള്ള് കാര്യങ്ങൾ ആരാണ്? ഫുൾ കൺട്രോള് പ്രൈവറ്റ് കമ്പനീസിനാണ് കൺട്രോള്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നാണ് സോഷ്യലിസ്റ്റ് എക്കണോമി. അത് കാർൽ മാർക്സും ഫ്രെഡറിക് ഏഞ്ചൽസും കൂടിയിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതേപോലെ അവർ വേറെ പുസ്തകം കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു, ദാസ് ക്യാപിറ്റൽ, ദ ക്യാപിറ്റൽ, മൂലധനം. അങ്ങനെ ഒരു പുസ്തകം കൂടി എഴുതിയിട്ടുണ്ട്. അത് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ ഫുൾ കൺട്രോൾ ആരുടെ കയ്യിലാണ്? സ്റ്റേറ്റിൻ്റെ കയ്യിലാണ് കൺട്രോൾ. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ്, എല്ലാ കാര്യങ്ങളും, അറ്റ് വാട്ട് പ്രൈസ് ടു സെൽ, എല്ലാ കാര്യങ്ങളും, എന്തൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആരാ തീരുമാനിക്കുന്നത്? പ്രൈവറ്റ് കമ്പനീസ് ആണെങ്കിൽ ഇവിടെ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ഫുൾ കാര്യങ്ങൾ ആര് തീരുമാനിക്കും? സ്റ്റേറ്റ് തീരുമാനിക്കും. മിക്സഡ് എക്കണോമി എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടിയിട്ടുള്ള എക്കണോമി, പ്രൈവറ്റും ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അതാണ് മിക്സഡ് എക്കണോമി. നമ്മൾ ഫോളോ ചെയ്തത് മിക്സഡ് എക്കണോമിയാണ്. ക്യാപിറ്റലിസം, അമേരിക്കയൊക്കെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. സോവിയറ്റ് യൂണിയൻ, ചൈന, ക്യൂബ, ഇവരൊക്കെ ഏതാണ്? സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ സപ്പോർട്ടേഴ്സാണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റ് നോക്കി ഓർഡറിൽ കാണുക, നോട്ട് എഴുതി പഠിക്കുക. ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഗൈഡ് വാങ്ങാം. എല്ലാ സ്റ്റുഡൻസും എക്സാമിന് നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.